അസ്സലാമു അലൈക്കും. 4ാം ക്ലാസ്സിലെ മക്കളെ, നമുക്ക് താരീഖിലെ ഒന്നാമത്തെ പാഠം നോക്കിയാലോ? എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് എല്ലാ മക്കൾക്കും അറിയാലോ. നമ്മുടെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. 3ാം ക്ലാസ്സിൽ നിന്നൊക്കെ ജയിച്ച് 4ാം ക്ലാസ്സിലെത്തിയ മക്കളല്ലേ. അപ്പോൾ 3ാം ക്ലാസ്സിലെ പാഠത്തിന്റെ തുടർച്ചകളായിരിക്കും 4ാം ക്ലാസ്സിൽ ഉണ്ടാവുക. നമുക്ക് പാഠത്തിലേക്ക് പോയാലോ? ഒന്നാമത്തെ പാഠമാണ് ദഅവത്തിന്റെ ആരംഭം. ആദ്യം നമുക്കൊന്ന് വായിച്ചു തുടങ്ങാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചൊല്ലണം. നുബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ എവിടേക്ക് ക്ഷണിക്കാൻ തുടങ്ങി? ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. എങ്ങനെയായിരുന്നു? രഹസ്യമായിട്ടായിരുന്നു. എല്ലാവരെയും അറിയിക്കാതെ ഇങ്ങനെ പോയിട്ട് പരസ്യമായിട്ടല്ലാതെ രഹസ്യമായിട്ട്. നമ്മളിപ്പോൾ മക്കള് ഓരോ ക്ലാസ്സിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിലൊക്കെ രഹസ്യം പറയില്ലേ? എടാ അവനോട് പറയണ്ട, എടാ അവള് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ചെവിയിൽ പറയില്ലേ? അതാണ് രഹസ്യം. ഓക്കെ, രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. 3 വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത്. എത്ര വർഷം? 3 വർഷം. 1 അല്ല 2 അല്ല. എത്ര പ്രാവശ്യമാണ് മക്കളെ? 3 വർഷമാണ് അപ്രകാരം ആര് ക്ഷണിച്ചത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണ് ക്ഷണിച്ചത്? നബിക്ക് നുബുവത്ത് ലഭിച്ചതിനെ തുടർന്ന് അല്ലെ. ആരെയാണ് ക്ഷണിച്ചത്? ജനങ്ങളെ. എവിടേക്ക്? ഇസ്ലാമിലേക്ക്. അതിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. രഹസ്യമായിട്ട് ക്ഷണിച്ചു, ആ പ്രകാരം ക്ഷണിച്ച് അതിന്റെ ഫലമായി പലരും എവിടേക്ക് വന്നു? ഇസ്ലാമിലേക്ക് വന്നു. ആദ്യമായി വിശ്വസിച്ചവർ, നബി ക്ഷണിച്ച പ്രകാരം പലരും ഇസ്ലാമിലേക്ക് വന്നല്ലോ. അതിൽ ആദ്യം വിശ്വസിച്ചവരുണ്ടാവുമല്ലോ. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പുരുഷന്മാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു, അടിമത്വത്തിൽ നിന്ന് മോചിതരായവരും ഉണ്ടായിരുന്നു. പുരുഷന്മാരിൽ ആദ്യമായിട്ട് വിശ്വസിച്ചത് അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ ഇബ്നു അബി കുഹാഫ. അബൂബക്കർ ഇബ്നു അബി കുഹാഫ റളിയല്ലാഹു അൻഹയാണ്. സ്ത്രീകളിൽ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. ഖദീജ ബിൻത് ഖുവൈലിദ് ആരാണ്? നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയാണ്. ആര്? ഖദീജ ബിൻത് ഖുവൈലിദ്. കുട്ടികളിലോ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹയാണ്. അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ സെയ്ദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു ആണ്. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർഖമയിൽ വെച്ചായിരുന്നു. രഹസ്യ പ്രബോധനം നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖമയിൽ വെച്ചായിരുന്നു. ഒന്നുകൂടെ വായിക്കാം. ദഅവത്തിന്റെ ആരംഭം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നുബൂവത്ത് ലഭിച്ചതിനെ തുടർന്ന് ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. 3 വർഷമാണ് അപ്രകാരം ക്ഷണിച്ചത്. അതിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. ആദ്യമായി വിശ്വസിച്ചവർ ഇവരൊക്കെയാണ്. 4 പുരുഷന്മാരിൽ ഒരാള്, സ്ത്രീകളിൽ ഒരാള്, കുട്ടികളിൽ ഒരാള്, അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ഒരാളെയാണ് ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. കുറെ പേരുണ്ട്. ആദ്യമായിട്ട് വിശ്വസിച്ചവരെ 4 കാറ്റഗറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ ആരും സംസാരിക്കരുത്. സംസാരിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പുരുഷന്മാരിൽ ആദ്യം വിശ്വസിച്ചവർ ആരാണ്? നമ്മൾ നേരത്തെ വായിച്ചത് അബൂബക്കർ ബിനു അബി കുഹാഫ റളിയല്ലാഹു അൻഹ. സ്ത്രീകളിൽ ഖദീജ ബിൻത് ഖുവൈലിദ്, കുട്ടികളിൽ അലി ഇബ്നു അബി ത്വാലിബ്. അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ആരാണ്? സെയ്ദ് ബിനു ഹാരിസ. ഈ രഹസ്യ പ്രബോധനം നടത്തിയിരുന്നത് എവിടെ വെച്ചായിരുന്നു? ദാറുൽ അർഖമയിൽ. ഇത് നമുക്ക് പഠിക്കണ്ടേ? ഈ ഒരു 4 ആളുടെ പേര് നമുക്ക് മറന്നു പോവാതെ പഠിക്കണ്ടേ? അതിന് ട്രിക്ക് ഉണ്ട്. നമുക്ക് അങ്ങനെ പഠിക്കാം കേട്ടോ. അവിടെ കളിക്കുന്നത് ആയിഷ, മുഹമ്മദോ ആരാ കളിക്കുന്നത്? ആരും കളിക്കാതെ എന്ത് ചെയ്യണം?
ഞാൻ പറയുന്നത് കേൾക്കണം. പരീക്ഷയൊക്കെയാണ് വരുന്നത്, മനസ്സിലാക്കി പഠിച്ചാല് നിങ്ങൾക്ക് എല്ലാ കാലവും നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കും. പിന്നെ ആരും കളിക്കരുത് കേട്ടോ, നന്നായിട്ട് ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് പരീക്ഷയിൽ എത്ര വേണം? 50-ൽ 49 മതിയോ? പോരാ അല്ലേ? 48 മാർക്ക് വാങ്ങണമെങ്കിൽ നന്നായിട്ട് പഠിക്കുകയും അത് എഴുതി പ്രാക്ടീസ് ചെയ്യുകയും വേണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ട് ഉപ്പാക്കും ഉമ്മാക്കും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് ഈ 4 പേര് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. പുരുഷന്മാരിൽ ഒരാളുണ്ട്, സ്ത്രീകളിൽ ഒരാളുണ്ട്, പിന്നെയോ കുട്ടികളിലുള്ള ആള്, അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്നുള്ള ഒരാള്. ആ 4 പേര് നമുക്ക് പഠിക്കണ്ടേ? പഠിക്കാൻ തുടങ്ങാം. ഇത് കാണാതെ പഠിക്കണം. കണ്ടോ, ദഅവത്തിന്റെ ആരംഭം എന്ന പാഠത്തിലെ 4 ഇസ്ലാം ആദ്യമായി സ്വീകരിച്ചവരാണ്. പുരുഷന്മാരിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എന്തെഴുതിയിരിക്കുന്നത്, മലയാളം എഴുതിയിട്ടുള്ളത് കേട്ടോ. അറബി മലയാളത്തിലാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതേണ്ടത്. ആദ്യത്തെ ആൾ ആരാണ്? അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. പുരുഷന്മാരിൽ അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. ഇതൊരു 10 തവണ ആവർത്തിച്ചു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ പഠിക്കാൻ വേണ്ടി കഴിയും. ഒന്ന് പറയാം. അബൂബക്കർ ഇബ്നു അബി ഖുഹാഫ. 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 പുരുഷന്മാരിലുള്ള ഇസ്ലാം സ്വീകരിച്ച ആളാണ്. അടുത്തതോ സ്ത്രീകളിൽ ആരാണ്? ഖദീജ ബിൻത്ത് ഖുവൈലിദ്. ഖദീജ ബിൻത്ത് ഖുവൈലിദ്. ഖദീജ ബിൻത്ത് ഖുവൈലിദ്. ഖദീജ ബിൻത്ത് ഖുവൈലിദ്. കുട്ടികളിൽ നിങ്ങളെപ്പോലുള്ള കുട്ടികളില്ലേ, അവരിൽ ആരാണ്? അലി ഇബ്നു അബി ത്വാലിബ്. അലി ഇബ്നു അബി ത്വാലിബ്. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ നിന്നോ? സെയ്ദ് ബിനു ഹാരിസ. സെയ്ദ് ബിനു ഹാരിസ. പുരുഷന്മാരില് അബൂബക്കർ ബിനു അബി ഖുഹാഫ. സ്ത്രീകളില് ഖദീജ ബിൻത്ത് ഖുവൈലിദ്. കുട്ടികളില് അലി ഇബ്നു അബി ത്വാലിബ്. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരില് സെയ്ദ് ബിനു ഹാരിസ. മനസ്സിലായല്ലോ? ഒന്നും കൂടെ വായിക്കാം. പുരുഷന്മാരില് അബൂബക്കർ ബിനു അബി ഖുഹാഫ. സ്ത്രീകളില് ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ. കുട്ടികളില് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹ. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരില് സെയ്ദ് ബിനു ഹാരിസ. ആരൊക്കെ പഠിച്ചു? ഒന്നെങ്കിലും പഠിച്ചവരും ഒന്ന് പറഞ്ഞേ. എല്ലാവരും പഠിച്ചോ? നല്ല മക്കളാണ് കേട്ടോ. എല്ലാവരും ഈ 4 ആൾക്കാരെയും എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. ആരൊക്കെ? പുരുഷന്മാരില് അബൂബക്കർ ബിൻ അബി ഖുഹാഫ. സ്ത്രീകളില് ഖദീജ ബിൻത്ത് ഖുവൈലിദ്. കുട്ടികളില് അലി ഇബ്നു അബി ത്വാലിബ്. അടിമത്തത്തിൽ നിന്ന് മോചിതരായവരില് സെയ്ദ് ബിനു ഹാരിസ. അബൂബക്കർ ബിനു അബി ഖുഹാഫ എന്ന് പറയുമ്പോ അബൂബക്കർ ആരുടെ മകൻ? അബി ഖുഹാഫയുടെ മകൻ. ഖദീജ ബിൻത്ത് ഖുവൈലിദ് ആരുടെ മകൾ? ഖുവൈലിദിന്റെ മകൾ. അലി ഇബ്നു അബി താലിബ് അബി താലിബിന്റെ മകൻ. പിന്നെ ഹാരിസ, സെയ്ദ് ബിനു ഹാരിസ. ആരൊക്കെയാണുള്ളത്? പുരുഷന്മാര്, സ്ത്രീകള്, കുട്ടികള്, അടിമത്തത്തിൽ നിന്ന് മോചിതരായ അവർ. ഇവരിൽ നിന്നൊക്കെ ഒരാള്, ആദ്യത്തെ ആളാണ് ഈ പറഞ്ഞ 4 പേരും. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ചോദ്യോത്തരം നോക്കിയാലോ? എന്തൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ വന്ന ചോദ്യങ്ങൾ എന്നൊന്ന് വായിച്ചു നോക്കാം. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. കാരണം എന്താ? നിങ്ങളൊക്കെ ഭയങ്കര മെമ്മറി പവറുള്ള കുട്ടികളാണല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പം ഒരു 10 തവണയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അതുകൊണ്ട് ഇനി വരുന്ന എക്സാമിൽ നിങ്ങൾ 50-ൽ 50 തന്നെ വാങ്ങിക്കും, ഉറപ്പാണല്ലേ. ഇനി അടുത്ത
5ാം ക്ലാസ്സിലൊക്കെ പൊതുപരീക്ഷയൊക്കെ അല്ലേ വരുന്നത്, ഫസ്റ്റ് റാങ്കൊക്കെ നമുക്ക് വാങ്ങിക്കണം. ഇനി നമുക്ക് ഉത്തരം എഴുതിയാലോ? ഉത്തരം എഴുതുന്നതില് ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇസ്ലാമിലേക്ക് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ക്ഷണിച്ചത് എങ്ങനെയായിരുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. എങ്ങനെയായിരുന്നു? ആരും അറിയാതെ രഹസ്യമായിട്ടായിരുന്നു ക്ഷണം, അല്ലെ? അതെവിടെയുള്ളത് നമ്മുടെ ചോദ്യത്തില്? അത് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിലേക്കുള്ള രഹസ്യക്ഷണം കാരണമായിട്ട് എന്താണ് സംഭവിച്ചത്? അതിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു, അല്ലെ? നമ്മൾ നേരത്തെ പഠിച്ചു. അതിൽ 4 ആൾക്കാർ, ആദ്യമായി വിശ്വസിച്ച 4 ആൾക്കാരുടെ പേരാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? അതാണ് നമ്മൾ സ്ത്രീകളിൽ ഒരാൾ, പുരുഷന്മാരിൽ ഒരാൾ, കുട്ടികളിൽ ഒരാൾ, അടിമത്തത്തിൽ നിന്ന് മോചിതരായവരിൽ ഒരാൾ നമ്മൾ മുന്നേ പഠിച്ചു, അല്ലെ? അപ്പൊ ഈ 3 ചോദ്യത്തിന്റെ ഉത്തരം പാഠഭാഗത്ത് എവിടെയാണുള്ളത് നോക്കാം. രഹസ്യമായിട്ടായിരുന്നു ക്ഷണം. ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? രഹസ്യക്ഷണം കാരണമായി എന്ത് സംഭവിച്ചു? അതിന്റെ ഫലമായി പലരും ഇസ്ലാമിലേക്ക് വന്നു. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം: ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ആരെല്ലാം? ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഇവർ 4 പേരുമാണ്. ഇവിടെ കണ്ടോ, നമ്മൾ 4 പേരെ പഠിച്ചില്ലേ? പുരുഷന്മാരിൽ ആരാണ്? സ്ത്രീകളിൽ ആരാണ്? കുട്ടികളിൽ ആരാണ്? അടിമത്വത്തിൽ നിന്ന് മോചിതരായവരിൽ ആരാണ് എന്നുള്ള 4 ആൾക്കാരെ നമ്മൾ പഠിച്ചു. രഹസ്യ പ്രബോധനവും ആരാധനകളും നടത്തിയിരുന്നത് ദാറുൽ അർക്കമിൽ വെച്ചായിരുന്നു എന്നും നമ്മൾ പഠിച്ചു. ദാറുൽ അർക്കം, നമ്മൾക്കിങ്ങനെ എന്തെങ്കിലും കുറച്ച് കടുപ്പുള്ള വാക്കുകൾ ഏതെങ്കിലും ഒരു മറ്റൊരു വാക്കിനോട് താരതമ്യമല്ല, നമ്മൾ ബന്ധിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വാക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. ഇപ്പം നിങ്ങൾ ഈ അർക്കം എന്നുള്ളത് എന്തിനോടെങ്കിലും ഒരു വേർഡിനോട് അല്ലെങ്കിൽ ഒരു വാക്കിനോട് നിങ്ങളൊന്ന് ബന്ധിപ്പിച്ച് പഠിച്ചു നോക്കിയേ. ഇപ്പൊ ദാറുൽ അർക്കം, അറക്കാം, അറക്കാം. മറ്റൊന്നും വിചാരിക്കണ്ട, മക്കൾക്ക് അതൊന്ന് മെമ്മറിയിൽ ഫിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. അറക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഉലുഹിയത്തൊക്കെ അറക്കില്ലേ, അറക്കാം. ആ ഒരു അറക്കാം എന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് ഈ അർക്കം എന്നുള്ളത് മനസ്സിലേക്ക് വരും. ഈ ഒരു അറക്കാം എന്നുള്ള ഒരു വേർഡ് അങ്ങനെയാണ്, അതൊരു സൈക്കോളജിയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കത് മറന്നുപോയില്ല. ഓക്കെ, ദാറുൽ അർക്കം, അർക്കമിൽ വെച്ചായിരുന്നു രഹസ്യ പ്രബോധനവും എന്തും നടത്തിയിരുന്നത്, അല്ലെ? ഇനി വേറൊരു ചോദ്യം കൂടെ വ്യക്തമാക്കാം. പിതാക്കളുടെ പേരുകൾ വ്യക്തമാക്കാനെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കും, അയ്യോ പിതാക്കളുടെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്നോർക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഖദീജ ബീവിയുടെ ഉപ്പയുടെ പേര് ഹുവൈലിദ്. അബൂബക്കറിന്റെ ഉപ്പയുടെ പേര്, അബൂബക്കർ റളിയല്ലാഹു അൻഹുയുടെ ഉപ്പയുടെ പേര് അബി കുഹാഫ. സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയുടെ പേര് ഹാരിസ. അലി റളിയല്ലാഹു അൻഹു അബി ത്വാലിബ്. നമ്മൾ ഇപ്പുറത്തെ പേജിൽ പഠിച്ചത് ഓർമ്മയില്ലേ? ഇവിടെ ഇവരുടെ കൂടെ ഉപ്പയുടെ പേരും കൂടി ഉണ്ട്, കണ്ടില്ലേ? ഇതാണ് അവിടെ ചോദിച്ചിട്ടുള്ള ഉപ്പയുടെ പേര്, കണ്ടോ? അബൂബക്കർ ഇബ്നു അബി കുഹാഫ, ഖദീജ ബിൻതു ഹുവൈലിദ്. അബൂബക്കർ ഇബ്നു അബി കുഹാഫ, ഖദീജ ബിൻതു ഹുവൈലിദ്, അലി ഇബ്നു അബി ത്വാലിബ്, സെയ്ദ് ഇബ്നു ഹാരിസ. കണ്ടില്ലേ? നിങ്ങൾ നേരത്തെ ഞാനൊരു കാര്യം ബന്ധിപ്പിച്ച് പഠിക്കാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ വാക്യത്തോട്? ഏതായിരുന്നു? അർക്കാം. അപ്പൊ അർക്കം, ദാറുൽ അർക്കം നിങ്ങൾക്ക് കിട്ടി. അതുപോലെ ഈ പാഠത്തിലെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ നോക്കി. ഈ പാഠവും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത പാഠം രഹസ്യ പ്രബോധനാണ്. ആ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴേക്കും നിങ്ങൾ ഈ ദൈവത്തിന്റെ ആരംഭം എന്നുള്ള ഈ പാഠം പഠിച്ചിരിക്കണം കേട്ടോ മക്കളെ. എന്തെങ്കിലും തെറ്റുകൾ എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു പുറത്തു തരട്ടെ. അപ്പൊ മക്കളെല്ലാവരും ഈ ഒരു പാഠം പഠിച്ചിരിക്കുക. അടുത്ത പാഠമായിട്ട്
ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നോട്ടിഫിക്കേഷൻസ് ഇനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പാഠത്തിൻ്റെയും ഞാൻ അപ്പോൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും.